പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾ ആ സ്ഥലം ശരിക്കും കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ നടുവിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുറ്റും മലകളാണ്, നടുവിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഈ വീടിന് ചുറ്റും വേറെ ഒന്നുമില്ല. അങ്ങനെ ആ ഒരു മല ഇങ്ങനെ കയറി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. കാരണം ഒരു വെളിച്ചവും ഇല്ല, അവിടെ വേറൊന്നും കാണുന്നില്ല. ശരിക്കും ഒരു കാട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 30 വർഷമായിട്ടേ ഉള്ളൂ അവരിപ്പം വാറ് കഴിഞ്ഞിട്ട്. എങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു വിഷമം നമുക്ക് കാണാനുണ്ടായിരുന്നു. അന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പുല്ല് തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്തിട്ടായിരുന്നു അവർ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബാൽക്കൻ കൺട്രീസ് വിട്ടിട്ട് ഷെങ്കലിലേക്ക് തിരിച്ചു കയറാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ ക്രൊയേഷ്യയാണ്. മോണ്ടിനെഗ്രോ നിന്ന് നമ്മൾ ക്രൊയേഷ്യയിലേക്ക് കടക്കാൻ പോവാണ്. അവിടെ നമുക്ക് ബോർഡറിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് ബോർഡർ ക്രോസിങ്ങിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ക്രൊയേഷ്യയിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്നാമത് ഈ ബാൽക്കൻ കൺട്രീസിന്റെ ഈ ഒരു ജിയോഗ്രഫി തന്നെയാണ് നമ്മുടെ ഈ ക്രൊയേഷ്യയും വരുന്നത്. അപ്പോൾ ആ ഒരു മലനിരകളും ഇപ്പുറത്തെ സൈഡിൽ ഈ വെസ്റ്റേൺ സൈഡിലുള്ള കടലും ഇതെല്ലാം ക്രൊയേഷ്യക്കും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡുബ്രോവിക് എന്ന് പറഞ്ഞു, സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ സിറ്റീസും ഓൾഡ് ടൗൺസ് ഉണ്ട്. ഒരുപാട് ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ഡുബ്രോവിക്കും സ്പ്ലിറ്റും ഒക്കെ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു, അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അതിന് പേര് പ്ലിറ്റ്വീസ് വാട്ടർഫോൾസ് എന്നാണ്. അപ്പം ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത് നമ്മുടെ ക്രൊയേഷ്യയിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം കാണണം, കാരണം എനിക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഈ ഒരു വാട്ടർഫോൾസ് കാണാനുള്ള ആഗ്രഹം കൊണ്ടും നമുക്ക് എന്തായാലും ഇത് കാണണം. കുറച്ച് ദൂരമാണെങ്കിലും ഈ ഒരു ഡുബ്രോവിക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊന്നല്ല, ഇത് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും പോകണം, അത് കാണണമെന്ന് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ 1-2 ദിവസത്തേക്ക് മഴയാണ്. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റില്ല. കാരണം ഇത് 8 കിലോമീറ്ററോളം ഒരു വലിയൊരു നാഷണൽ പാർക്കാണ്. ഈ നാഷണൽ പാർക്ക് നിറയെ ഒരുപാട് വാട്ടർഫോൾസ് ആണ് അവിടുത്തെ ഒരു അട്രാക്ഷൻ. അപ്പം 8 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് വേണ്ടത്. ഈ ഒരു വാട്ടർഫോൾസ് വീഴുന്ന സ്ഥലങ്ങൾ മൊത്തം ബ്ലൂ കളറാണ്. അപ്പം മഴ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സൺലൈറ്റ് ശരിക്കും പതിക്കുമ്പോഴാണ് ഈ ബ്ലൂ കളർ ശരിക്കും തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. അപ്പം മഴയുള്ള സമയത്ത് നമുക്ക് ശരിക്കും ഇതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം അന്ന് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് എന്തായാലും അത് കണ്ടേ പറ്റുള്ളൂ. ഞങ്ങൾ ഫോർകാസ്റ്റിൽ മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ സ്ഥലത്തേക്ക് പോയി. ഇനി അന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളത് പിറ്റേ ദിവസം കാണാമല്ലോ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നിപ്പം മഴ ഉണ്ടെന്നാണ് കാണിക്കുന്നത്, ഇന്ന് പോയാൽ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മഴ മാറും, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അത് കഴിഞ്ഞാലും മഴയുണ്ട്, അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അതിനകത്തോട്ട് കയറി. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വരുന്നത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു വലിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ആ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്നു, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പുറകിലൊക്കെ ഒരുപാട് സീനറീസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സീനറീസ് കാണുമ്പോൾ നമുക്കറിയില്ല ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ, എന്നാൽ അതിലും ഭംഗിയുള്ള രീതിയിലായിരുന്നു ആ ഒരു വാട്ടർഫോൾസിൻ്റെ ആ ഒരു സീനറി നമ്മൾ കണ്ടത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ആ ഒരു വാട്ടർഫോൾസ് ഞങ്ങൾ ശരിക്കും വണ്ടറടിപ്പിച്ചു. ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. 8 കിലോമീറ്ററോളം ഈ നാഷണൽ പാർക്കിലൂടെ ഹൈക്ക് ചെയ്തിട്ട് വേണം ഈ ഓരോ സ്ഥലങ്ങൾ കാണാനും. അങ്ങനെ ഞങ്ങൾ ആ വാട്ടർഫോൾസ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ രീതിയിൽ, അതായത് ആദ്യം കണ്ടത് ലോങ് ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണെങ്കിൽ ചില സ്ഥലത്ത് അങ്ങനെ പുല്ലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ രീതിയിലത്തെ വാട്ടർഫോൾസ് ഒക്കെയാണ് കണ്ടത്. അപ്പം ഓരോ വാട്ടർഫോൾസിന് അതിൻ്റെതായ ഭംഗിയും അത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും നടന്നിട്ട് പോലും 8 കിലോമീറ്റർ നടന്നിട്ട് പോലും ഞങ്ങൾക്ക് ഓരോ വാട്ടർഫോൾസ് കണ്ടിട്ടും അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ഓരോന്നും ഓരോ രീതിയിലത്തെ ഭംഗിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ലാസ്റ്റ് മൊമെന്റിൽ എത്തിയപ്പം മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആ വാട്ടർഫോൾസ് കാണുന്ന സമയത്ത് ആ മഴ പെയ്യാൻ തുടങ്ങിയപ്പം ശരിക്കും അതുവരെ നീല നിറത്തിലിരുന്ന വെള്ളം പെട്ടെന്ന് തന്നെ കളർ മാറി ഒരു സാധാ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ലേക്കൊക്കെ കാണുന്ന പോലത്തെ രീതിയിലേക്ക് മാറി.
അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി മഴ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ക്ലൗഡി ആയിട്ടുള്ള സമയത്താണ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ ആ വെള്ളം കാണുക എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് സൺലൈറ്റ് വന്നതുകൊണ്ടും ആ ഒരു ടൈം ഗ്യാപ്പിൽ മഴയില്ലാത്തത് കൊണ്ടും നമുക്ക് അതിൻ്റെ ഒരു മാക്സിമം രീതിയിൽ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസും കിട്ടി, ഒരുപാട് നല്ല ഫോട്ടോസും കിട്ടി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ആ വാട്ടർഫാൾസിൽ നിന്ന് അല്ലെങ്കിൽ ആ നാഷണൽ പാർക്കിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ക്രൊയേഷ്യയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നത് സ്ലൊവേനിയയിലേക്കാണ്. സ്ലൊവേനിയയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലേക്ക് ബ്ലഡ് എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് അവിടെ. ആ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ബ്ലൂ കളറാണ്. അപ്പോൾ ആ ലേക്കിൻ്റെ നടുവിൽ ഒരു ചേർച്ച് ഉണ്ട്. അപ്പോൾ ഈ ചേർച്ച് ആക്ച്വലി കുറേ മുമ്പേ ഒരു ടെമ്പിളായിരുന്നു. ആ ടെമ്പിൾ പിന്നീട് അതൊരു ചേർച്ചായി മാറിയതാണ്. അപ്പോൾ ഈ ചേർച്ചിൻ്റെ ഈ ഒരു വ്യൂ കാണണമെങ്കിൽ, അതായത് ഈ വ്യൂ കാണണമെങ്കിൽ നമ്മൾ ശരിക്കും ഹൈക്ക് ചെയ്ത് പോകണം. കാരണം അതിൻ്റെ ടോപ്പിൽ നിന്ന് കാണുമ്പോഴേ നമുക്ക് ആ ലേക്കും അതിൻ്റെ നടുവിലെ ചേർച്ചിനും ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയുണ്ട്. ആ മല ഹൈക്ക് ചെയ്തിട്ട് വേണം അവിടേക്ക് പോകാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ, എന്തായാലും ഈ ഒരു കാഴ്ചയും കൂടി കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ, എന്തായാലും ഇത്ര വലിയ ഹൈക്കാണെങ്കിലും കുഴപ്പമില്ല, നമ്മളത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഹൈക്കും ചെയ്തു. നമ്മൾ ആ കാഴ്ചയും കണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ പകർത്തിയിട്ടാണ് ഞങ്ങൾ സ്ലൊവേനിയയിൽ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ സ്ലൊവേനിയയിൽ നിന്ന് ഞങ്ങൾ നേരെ ഓസ്ട്രിയയിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ആൽപ്സിൻ്റെ തുടക്കം ആയിട്ടുണ്ട്. സ്ലൊവേനിയയിൽ നിന്നാണ് ആൽപ്സ് മലനിരകൾ തുടങ്ങുന്നത്. അപ്പോൾ ആൽപ്സ് മലനിരകൾ തുടങ്ങി അത് കഴിഞ്ഞ് ഓസ്ട്രിയയിലും ഇതേപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മലനിരകളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വില്ലേജുകളും, അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു റോഡ് ട്രിപ്പായിരുന്നു ഞങ്ങൾ ആ ഭാഗത്തൂടെ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് അവസാനം കയറി. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം, ഞങ്ങൾ ആദ്യമായി ടിക്കറ്റ് എടുത്ത് സ്വിറ്റ്സർലാൻഡിലേക്കാണെങ്കിലും 2 മാസത്തിന് ശേഷം ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെത്തുന്നത്. ഈ സ്വിറ്റ്സർലാൻഡിൽ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ട് സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്നു. അത് സെർമാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ മാറ്റർഹോൺ എന്ന് പറഞ്ഞൊരു മലനിര, അതിനെ ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു പീക്കാണത്. അതിനെ ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിങ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ടാഷ് എന്ന സ്ഥലത്തേക്ക് പോയി. ഈ ടാഷ് എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സെർമാത്ത് എന്ന സ്ഥലത്ത് പോയിട്ട് വേണം ഈ ഒരു പീക്ക് കാണാനായിട്ട്. അപ്പോൾ ടാഷിലെത്തിയ സമയത്ത് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇപ്പം ഞങ്ങളുടെ മെയിൻ സ്വിറ്റ്സർലാൻഡിൻ്റെ അട്രാക്ഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടും ഇതൊരു സദേൺ സൈഡിൽ, സ്വിറ്റ്സർലാൻഡിൻ്റെ സദേൺ സൈഡിലേക്കാണ് ഈ ഒരു അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോയി. അങ്ങനെ ഞങ്ങൾ ടാഷിലെത്തി. എന്തായാലും അവിടുന്ന് ട്രെയിൻ എടുത്ത് പോകാൻ തന്നെ പ്ലാൻ ചെയ്തു. ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ആ ട്രെയിൻ ക്യാൻസൽ ആയിട്ടുണ്ടെന്ന്. അന്നത്തെ ദിവസം എന്തോ പ്ലാറ്റ്ഫോമിലുള്ള ഫ്ലഡിങ് കാരണോ അല്ലെങ്കിൽ എന്തോ ഇഷ്യൂസ് കാരണം കൊണ്ടോ അന്ന് ട്രെയിൻ ഓടില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യാം, എങ്ങനെ അത് കാണാൻ പോവാം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ട്രെയിൻ എടുത്തിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടേക്ക് ഹൈക്ക് ചെയ്തിട്ട് പോവാം, അത്യാവശ്യം ദൂരം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഹൈക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ എത്താം. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെയൊക്കെ എത്തിയില്ലേ, എന്തായാലും നമുക്ക് ഹൈക്ക് ചെയ്തിട്ട് തന്നെ പോവാം. കാരണം ഞങ്ങൾക്ക് ഹൈക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം 2-3 മണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഹൈക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് ഇത് മൊത്തം മൂടിക്കിടക്കായിരുന്നു. അവർ ഞങ്ങൾക്കൊരു ലുക്കൗട്ട് പോയിന്റ് പറഞ്ഞു തന്നു, ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു തന്നു. ആ വ്യൂ പോയിന്റ് പോയാൽ നിങ്ങൾക്ക് അത് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ പോയപ്പം ഫുള്ളായിട്ട് ക്ലൗഡ് മൂടിയിട്ട് ആ പീക്ക് കാണാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം എല്ലാം കാണണമെങ്കിൽ ആ പീക്ക് മാത്രം അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഇനിയിപ്പം ഇത്രയും നടന്ന് വന്നിട്ട് അത് കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു അത് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കാരണം നമ്മൾ തിരിച്ചും ഇതേപോലെ ഹൈക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഈ ക്ലൗഡ്സ് എല്ലാം പതുക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങി. അങ്ങനെ ആ ക്ലൗഡ്സ് ഇങ്ങനെ ആ പീക്കിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ പീക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അത് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് ആ പീക്ക് മാത്രം കാണുന്ന രീതിയിൽ, ബ്ലൂ സ്കൈയിൽ ആ പീക്ക് മാത്രം കാണുന്ന രീതിയിൽ ഞങ്ങൾ മുന്നിലേക്ക് ആ കാഴ്ച ഇങ്ങനെ വരികയാണ്. അപ്പം ഉണ്ടായിരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല ഇപ്പം തന്നെ അത് ക്ലൗഡ് വന്നിട്ട് അതിന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുള്ളത്. അപ്പം തന്നെ ഞാൻ വേഗം ക്യാമറ എടുത്ത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിനെ ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തു.
അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഹൈക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് ട്രാവലേഴ്സിനെ കണ്ടു. അവരുടെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇനി ആ സമയത്താണ് ഞങ്ങൾ തിരിച്ചു പോകുന്ന, അതായത് ഇത് കാണാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ക്ലൗഡി ആണെങ്കിലും നിങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അവിടെ തിരിച്ചു പോരാൻ പാടുള്ളൂ. മേ ബി ഈ ക്ലൗഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആൾക്കാരുടെ അടുത്തേക്ക് സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറിലേക്ക് ഞങ്ങൾ തിരിച്ചുപോയി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ ഏകദേശം 3 മാസത്തോളം ഷെങ്കൻ ഏരിയ ഫുള്ള് കവർ ചെയ്ത്. ഞങ്ങൾക്ക് 3 മാസമേ വിസ ഉള്ളൂ ഷെങ്കൻ ട്രാവൽ ചെയ്യാനുള്ള. അതുകൊണ്ട് 3 മാസം ഞങ്ങൾ ഷെങ്കൻ ഏരിയാസും ഷെങ്കൻ കൺട്രീസൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ അവസാനം ആ വണ്ടി ഹംഗറി തന്നെ കൊണ്ടുപോയി റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ ഞങ്ങൾ അക്കോമഡേഷൻ കൂടുതലും കൗച്ച് സർഫിങ്ങും അല്ലെങ്കിൽ ക്യാമ്പിങ്ങും രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഒരുപാട് ട്രാവലേഴ്സിനെ കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് ഒരുപാട് ടിപ്സ്, എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, എങ്ങനെയൊക്കെ യൂറോപ്പിൽ സ്റ്റേ ചെയ്യാം, അക്കോമഡേഷൻ കണ്ടെത്താം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടൊരു സംഭവമാണ് വോളണ്ടിയറിങ് വർക്ക്, അല്ലെങ്കിൽ വോളണ്ടിയറിങ് വർക്ക് തന്നെ പെട്ട ഒരു കാറ്റഗറിയാണ് ഹൗസ് സിറ്റിംഗ്. ഈ ഹൗസ് സിറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഇപ്പം അതിൻ്റെ ഓണർ ആ സ്ഥലത്തില്ലെങ്കിൽ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ ആൾക്കാരെ താമസിപ്പിക്കും. ഇത് അവരെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് അവരുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും രണ്ടാമത് ഈ ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാനും. അപ്പോൾ ആ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ രീതിയിൽ ഷെങ്കൻ അല്ലാത്ത കൺട്രിയിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാണ്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ബോസ്നിയയിലും ഇങ്ങനൊരു ഓപ്ഷന് വർക്ക് അവേ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഇതേപോലെ ഞങ്ങൾ നോക്കിയപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അവർക്കൊരു മെയിൽ അയച്ചു. അങ്ങനെ അവർ ഞങ്ങൾക്ക് ആ മെയിലിന് റെസ്പോണ്ട് ചെയ്തു. അവർ ഓക്കെയാണ്, അവർ ഞങ്ങളെ വെൽക്കം ചെയ്യാം. അവർ കറൻ്റ്ലി ഫ്രാൻസിലാണുള്ളത്, പക്ഷെ നിങ്ങൾ അവിടെ പോയി കഴിയുമ്പം ആ വീട് അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും സ്റ്റേ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ബോസ്നിയയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബോസ്നിയയിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ സരയോവോ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, ബോസ്നിയയുടെ ക്യാപിറ്റലാണ്. അവിടെ നിന്ന് ബസ് എടുത്തിട്ട് വേണം, ഈ ബന്യലുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്, അവിടേക്ക് പോകാൻ. അങ്ങനെ ആ ഒരു സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാർഡ് ബ്ലോക്കായി. കയ്യിലാണെങ്കിൽ ആ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാശ് കറക്റ്റായിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ കാർഡ് അല്ലാതെ ഞങ്ങൾ കൂടുതലും കാർഡ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസും യൂറോപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാർഡ് ബ്ലോക്ക് ആയും ചെയ്തു, ടിക്കറ്റിനുള്ള കറക്റ്റ് എമൗണ്ട് മാത്രമേ നമ്മളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, പക്ഷെ അവിടെ പോയിട്ട് ഈ ഒരു ബന്യലുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്യാനും പറ്റില്ല, കാർഡ് ബ്ലോക്ക്ഡ് ആണ്, കയ്യിലാണെങ്കിൽ വേറെ കാശുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം, ബാക്കി അവിടെ എത്തിയിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടിയിൽ എന്തായാലും കയറി. അപ്പോൾ ഈ സമയത്ത് ഞാൻ കാറിൻ്റെ കസ്റ്റമർ സർവീസിൽ വിളിക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ 3 days വർക്കിംഗ് ഡേയ്സ് അല്ല, ഓഫാണ്. അപ്പോൾ എന്തായാലും ഈ ഇഷ്യൂ എന്തായാലും ഒരു 4th day അല്ലെങ്കിൽ 5th day മാത്രമേ സോൾവ് ആവുള്ളൂ, അന്ന് ഈ കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ ആ കാര്യം കൂടി കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡായി. കാരണം നമ്മളടുത്ത് കറൻസി ആയിട്ടൊന്നുമില്ല, കാർഡ് വർക്കൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ബന്യലുക്ക എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ. അങ്ങനെ ബന്യലുക്ക എത്തിയ സമയത്ത് അവിടുന്ന് സിറ്റിയിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം സിറ്റിയിൽ നിന്ന് ഒരു 20 kilometer ഇപ്പുറത്താണ് നമ്മുടെ വീടിരിക്കുന്നത്. അഥവാ ഞങ്ങളിപ്പോൾ സരയോവിൽ നിന്ന് പോകുന്ന വഴി ബന്യലുക്ക എത്തുന്നതിന് മുമ്പെയാണ്, ഈ പോകുന്ന വഴി തന്നെയാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഡ്രൈവറെ അടുത്ത് പറഞ്ഞു നോക്കാം. അവർക്കും ബോസ്നിയയിലും ആൾക്കാർക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഒരുപാടൊന്നും സംസാരിക്കില്ല, അവർ കൂടുതൽ ബോസ്നിയൻ അല്ലെങ്കിൽ റഷ്യൻ ആ ഒരു ഭാഷയാണ് സംസാരിക്കുക. അങ്ങനെ ഞങ്ങളെടുത്ത് ആ സമയത്ത് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ലേറ്ററിൽ ഞങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ ഈ ഒരു സ്ഥലമാണ്, ഈ ലൊക്കേഷനിൽ നിർത്തിത്തരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അവർ ഒരു കൃത്യമായിട്ടുള്ള റെസ്പോൺസ് തന്നിട്ടില്ല, അവരൊന്ന് തലയാട്ടി. ഓക്കെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവർ നിർത്തുമായിരിക്കും, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളും എന്തായാലും ബസ്സിൽ തന്നെ ഇരുന്നു. അങ്ങനെ ആ ലൊക്കേഷൻ എത്താറായപ്പോൾ ഞങ്ങൾ ഡ്രൈവറെ അടുത്ത് പോയി പറഞ്ഞു ലൊക്കേഷൻ എത്താറായി എന്നുള്ളത്.
അങ്ങനെ പുള്ളി നോക്കിയപ്പം അവിടെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കണ്ടില്ല, ബസ് ആയതുകൊണ്ട് അത്യാവശ്യം സ്പേസ് വേണം പാർക്ക് ചെയ്യാൻ. അപ്പം അയാൾ ഒരു 1.5 കിലോമീറ്റർ ദൂരേക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. അങ്ങനെ ആ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്, രാത്രിയാണ്. അപ്പോൾ ആ ഒരു 1.5 കിലോമീറ്ററിൽ ആദ്യമൊക്കെ ഞങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് പെയ്ഡ് അല്ലാത്ത വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് നടക്കാനുള്ളത്. ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് ഫുള്ള് ഡാർക്കാണ്, പുല്ലുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ പോകാനുണ്ട്, കുറച്ച് ദൂരം അകത്തേക്ക്, അതായത് ഒരു മല ഇങ്ങനെ കയറി പോകുന്ന പോലെ നമുക്കങ്ങനെ തോന്നി. അങ്ങനെ ആ ഒരു മല ഇങ്ങനെ കയറി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. കാരണം ഒരു വെളിച്ചവും ഇല്ല, അവിടെ വേറൊന്നും കാണുന്നില്ല, ശരിക്കും ഒരു കാട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ പേടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ അവസാനം ആ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു സമാധാനമായത്, അതിൻ്റെ എൻഡിലൊരു വീടുണ്ടെന്നും. കാരണം വേറെ റെഫറൻസും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് ആ വീട് ഉണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആ ഒരു ഹോസ്റ്റ് പറഞ്ഞു തന്ന ഐഡിയ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ വീടുണ്ട്, കീ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ആ കീ തുറന്നു. ഞങ്ങൾ അന്ന് അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു, ആ യാത്ര കഴിഞ്ഞിട്ട് എല്ലാം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് നേരെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾ ആ സ്ഥലം ശരിക്കും കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ നടുവിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുറ്റും മലകളാണ്, നടുവിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഈ വീടും ചുറ്റും വേറെ ഒന്നുമില്ല. ഈ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടുത്തെ ഒരു കാംനെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൗണ്ടും, ഒരു സത്യം പറഞ്ഞാൽ ഒരു കിളി പറന്നു പോയപ്പം അതിൻ്റെ ചിറകടിക്കുന്ന സൗണ്ട് വരെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അത്രയ്ക്ക് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ വീടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി എത്ര കാലം വേണമെങ്കിലും നിൽക്കാം എന്നാണ് ആ ഒരു ഹോസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും ഇതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലങ്ങളും അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കൂടാതെ ആ സ്ഥലത്തുള്ള ആൾക്കാരെ ഞങ്ങൾ മീറ്റ് ചെയ്ത് അവരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ബോസ്നിയ എന്ന് പറഞ്ഞത് 1992 മുതൽ 1995 വരെ ഒരു വലിയൊരു വാറിലായിരുന്നു. ബോസ്നിയൻ വാർ എന്നൊരു വാറിലായിരുന്നു ഈ രാജ്യം. അപ്പോൾ ആ ഒരു വാറിൻ്റെ സമയത്ത് അവരനുഭവിച്ച കാര്യങ്ങൾ 30 വർഷമായിട്ടേ ഉള്ളൂ അവരിപ്പോൾ വാർ കഴിഞ്ഞിട്ട്, എങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു വിഷമം നമുക്ക് കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ട് സംസാരിച്ചു. അവരുടെ വീടുകളിൽ ഇപ്പോഴും അവരുടെ പല വീടുകളിലും അന്ന് ബുള്ളറ്റ്സ് വന്ന് മാർക്ക് ചെയ്തതിൻ്റെ പാടുകൾ ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. വീടുകളിലും ബിൽഡിങ്ങുകളിലും പല വീടുകളും അബാൻഡൻഡ് ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ബോസ്നിയയിലത്തെ രീതികളും ബോസ്നിയയിലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഫുള്ളായിട്ട് സെർബിയൻ ആർമിയും ക്രൊയേഷ്യൻ ആർമിയും ബോസ്നിയ കവർ ചെയ്ത സമയത്ത് അവിടുത്തെ ആൾക്കാർ ഫുള്ളായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്തേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ച ഒരു ബോസ്നിയയിലത്തെ ആൾ പറഞ്ഞത് അന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുല്ല് തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്തിട്ടായിരുന്നു അവർ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോയതായിരുന്നു ആ ഒരു സമയത്ത് അവർ. അങ്ങനെ 1.5 മാസത്തോളം ഞങ്ങൾ ആ വീട്ടിൽ, ബോസ്നിയയിലത്തെ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. ആ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കണക്ടിവിറ്റിയും ഒരു അടുത്തുള്ള കഫേയിൽ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻ്റർനെറ്റിൽ നിന്നും എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളൊരു സമയമായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു നമുക്ക് ആ ബോസ്നിയയിൽ വീട്ടിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഈ ഒരു 6 മാസം ഞങ്ങൾ യൂറോപ്പ് മൊത്തം യാത്ര ചെയ്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയി, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആൾക്കാരുടെ കഥകൾ കേട്ടു. ഇതുവരെ ഫോട്ടോസിൽ പോലും കാണാത്ത പല സ്ഥലങ്ങൾ കണ്ടു. പല രീതിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു. കൗച്ച് സർഫിംഗ് ആയാലും ഇങ്ങനെ വോളണ്ടിയറിങ് ആയാലും ഹൗസ് സിറ്റിംഗ് ആയാലും പല രീതിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു. പല എക്സ്പീരിയൻസ് ഉണ്ടാക്കി, ഒരുപാട് ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് മെമ്മറീസും എക്സ്പീരിയൻസും ആയിട്ടാണ് ഞങ്ങൾ അന്ന് ബോസ്നിയയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അന്ന് യാത്ര തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എയർപോർട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാശ് അന്ന് നഷ്ടം വന്നു. അന്ന് വന്ന എല്ലാ എക്സ്പെൻസിനേക്കാളും അന്ന് ഞങ്ങളിട്ട ബഡ്ജറ്റിനേക്കാളും എത്രയോ കുറവാണ് ഞങ്ങൾ ഈ ഒരു 6 മാസം ട്രാവൽ ചെയ്തപ്പം ഞങ്ങൾക്ക് വന്ന എക്സ്പെൻസ്. കാരണം അന്ന് ഞങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എയർബിഎൻബിയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ അറിയായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു യാത്ര ഇങ്ങനെ മാറി തിരിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പല രീതിയിലും പല ആൾക്കാരെ കണ്ടിട്ട് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത യാത്ര വേറെ ദിശയിലേക്കാണ് പോയതെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിലാണ് ആ പ്ലാനും എല്ലാം ചേഞ്ച് ആയി വന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്ന് ഫ്ലൈറ്റ് മിസ്സായത് സത്യം പറഞ്ഞ ഒരു അനുഗ്രഹമായിട്ടാണ് ഇപ്പം തോന്നുന്നത്.
അതുകൊണ്ട് യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അത് എന്തോ ഒരു നല്ലത് ഭാവിയിൽ വരാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ സിമ്പിളാണ്. ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോവും. നമുക്ക് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടാവും, എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അല്ലാതെ നമുക്ക് വന്ന കാര്യങ്ങളെ പഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും അതുപോലെ തന്നെ നമ്മളൊന്നും ചെയ്യില്ല, നമ്മളതിൽ പിന്തിരിഞ്ഞൂടെ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കാട്ടും വല്ലത്, നമുക്ക് തടഞ്ഞു വെച്ചത് എന്താണോ അതിനെക്കാട്ടും നല്ലത് നമ്മുടെ ലൈഫിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്.